നമസ്കാരം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു ചെകുത്താന്റെ കഥയാണ്. ചെകുത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടുണ്ടല്ലോ, ഭൂമി കുഴിച്ചു കുഴിച്ചു നടക്കും ഭൂതത്താനെ, നീ കുഴിച്ച കുഴിയിൽ വീണത് നീ തന്നെ. ഇതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അടിയോടടി കേറിയടി, ഒരു രക്ഷയില്ല. നാല് ഭാഗത്തുനിന്നും അടി. പാകിസ്ഥാൻ പെട്ടു എന്ന് തന്നെ പറയാം. നാല് ഭാഗത്തുനിന്നും അടിയാണ് പാകിസ്ഥാന് കിട്ടിയിരിക്കുന്നത്. ഒന്നിപ്പോ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ നിന്ന് കിട്ടിയ അടി, അത് നല്ലൊരടിയായിരുന്നു. അത് കഴിഞ്ഞ് അമേരിക്ക വേൾഡ് ബാങ്കിന് കുറച്ച് പൈസയൊക്കെ കൊടുത്തു, പാകിസ്ഥാനെ ഉഷാറാക്കി, ഒന്ന് ഉണർത്തി കൊണ്ടുവന്നു. അത് അമേരിക്ക പറയുന്ന അവിടെ ടെററിസ്റ്റ് അറ്റാക്സ് കൂടുതലാണ്, അതുകൊണ്ട് പാകിസ്ഥാന് പൈസ കൊടുത്ത് സഹായിക്കണം, അവരെ ടെററിസ്റ്റുകൾക്കെതിരെ പൈസ കൊടുക്കുന്നു എന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷെ പാകിസ്ഥാൻ ആ പൈസ മുഴുവൻ വിനിയോഗിക്കുന്നത് ടെററിസ്റ്റുകളെ ഉണ്ടാക്കാനാണ്. ലോകത്ത് എവിടെ ടെററിസ്റ്റുകളെ കയറ്റി വെച്ചിട്ടുള്ളത് പാകിസ്ഥാനാണ്. അത് ഭാരതത്തിലേക്കൊന്നും മാത്രമല്ല, ചെച്നിയയിലേക്കായാലും ഈവൻ ചൈനയിലേക്ക് പോലും പല ഭാഗങ്ങളിലേക്കും താലിബാനെ ഉണ്ടാക്കിയതും സൃഷ്ടിച്ചതുമെല്ലാം പാകിസ്ഥാനാണ്. അപ്പൊ ഇത്തരത്തിൽ പല ഭാഗത്തു നിന്നും ടെററിസ്റ്റുകളെ ഉണ്ടാക്കി അവരെ ഹാർബർ ചെയ്യുന്ന ഒരു കൺട്രിയാണ് പാകിസ്ഥാൻ. അത് ഒരിക്കലും അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ സമ്മതിക്കില്ല. കാര്യം അമേരിക്കയ്ക്ക് ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അമേരിക്കയ്ക്ക് ആവശ്യം വരുമ്പോൾ അമേരിക്കയ്ക്കെതിരെ തിരിയുന്ന ടെററിസ്റ്റുകളെ പാകിസ്ഥാൻ കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്ത് കൊന്നു കൊടുക്കാറുണ്ട്. അത് സ്പോട്ട് ചെയ്ത് കൊടുക്കും, അമേരിക്കക്കാർ കൊല്ലും. അപ്പൊ അതുകൊണ്ട് ആരെ വളർത്തിക്കൊണ്ടു വന്നാലും അവരെ അമേരിക്കയ്ക്കെതിരെ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യത്തിനെതിരെ തിരിയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പാകിസ്ഥാൻ അത് സ്പോട്ട് ചെയ്യും. അല്ല, അമേരിക്കയ്ക്ക് വല്ലപ്പോഴും ആളുകളെ കൊന്നു കാണിക്കണമെന്നുള്ളപ്പോൾ പാകിസ്ഥാനോട് ആവശ്യപ്പെടും, എനിക്കൊരു ടെററിസ്റ്റിനെ തരും, ഞാൻ കൊന്നോട്ടെ. അപ്പോൾ അവിടെ വീട്ടിൽ ചെന്ന് കണ്ടുപിടിച്ചു കൊടുക്കും, അവിടെ ആയിട്ട് അവർ കൊല്ലും. ഇതാണ് പാകിസ്ഥാനും അമേരിക്കയായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. പക്ഷെ അതവിടെ നിൽക്കട്ടെ, ഇപ്പൊ അതല്ല കാര്യം, വിഷയം അതൊക്കെ കയ്യിൽ നിന്ന് പോയി. ഇതിലൊരു കാര്യം പറയാനുള്ളത്, മോദിയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറയേണ്ടിയിരിക്കും. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ജനങ്ങളെല്ലാവരും, ഒരുവിധപ്പെട്ട എല്ലാവരും ആൾക്കാരും അറിഞ്ഞ കാര്യങ്ങളാണ്. കാര്യം നമ്മുടെ മുത്താഖ്, അവിടുത്തെ അഫ്ഗാനിസ്ഥാനിലെ ഇപ്പോഴത്തെ ഭരണാധികാരികളായ താലിബാൻ, ആരും ഭരണം ജനങ്ങളെ ഏൽപ്പിച്ചതെന്ന് പിടിച്ചടക്കിയതാണ്. അപ്പൊ താലിബാൻ എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ടാണ് ഭാരതം എന്നും കണ്ടിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ, വലിയ വ്യത്യാസമുണ്ട്. പക്ഷെ താലിബാൻ ഇപ്പോൾ അവിടെ ഭരിക്കുകയാണ്. താലിബാൻ ഭരണത്തിൽ വന്നപ്പോൾ പാകിസ്ഥാന്റെ ISI അന്നത്തെ ചീഫ് അടക്കം അവിടെ അഫ്ഗാനിസ്ഥാനിൽ ചെന്നിട്ട് കൈയടിച്ച് ചിരിക്കുകയായിരുന്നു, എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. കാര്യം അവർ വിചാരിച്ചത് താലിബാനെ ഇന്ത്യക്കെതിരായി നല്ല രീതിയിൽ ഉപയോഗിക്കാന്നുള്ളതാണ്. അതിനൊരു പ്രത്യേക കാരണമാണ്. താലിബാന് നമ്മുടെ POKയും ആയിട്ട് ചേർന്ന് കിടക്കുന്ന കുറെ പ്രദേശങ്ങളിലെ ട്രൈബൽസുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. അപ്പൊ അതുകൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഇന്ത്യയിൽ ചെയ്യാം. ഇന്ത്യയിൽ പല അറ്റാക്കുകൾ നടക്കുന്ന അഫ്ഗാനികളാണ്. അഫ്ഗാനികൾ വന്ന് നടത്തുന്ന അറ്റാക്ക് വേണ്ടി എന്തൊരു കുറച്ച് ആർമി സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഈ അഫ്ഗാനിയാണ് വന്നു എന്ന് പറയുമ്പോൾ മുൻപെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഫ്ഗാനി ടെററിസ്റ്റ് വന്നു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമിയിലുള്ള അവർക്ക് അവരുടെ മനസ്സിൽ പറയുന്നത് ഇന്ന് പോകുന്ന 1-2 പേര് തീരും എന്നവരുടെ മനസ്സിൽ പറയാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ അത്രയ്ക്ക് അവര് അവസാനത്തെ ലാസ്റ്റ് ശ്വാസം വരെ അവർ യുദ്ധം ചെയ്യുമെന്നുള്ള, മരിച്ചു കിടന്നാൽ പോലും ഒരു ഗ്രനേഡ് കയ്യില് ഇളക്കി വെച്ചിട്ട് കിടക്കുന്ന ചിലവരെ മറിച്ചിടുമ്പോഴത്തേക്ക് അത് പൊട്ടും. അങ്ങനെയെങ്കിലും ആളെ കൊല്ലണമെന്നുള്ള തീരുമാനമുള്ള, അത്രയും ഉറച്ച തീരുമാനമുള്ള ഫൈറ്റേഴ്സാണ് അഫ്ഗാനി ഫൈറ്റേഴ്സ്. അപ്പോൾ ഇന്നും ഇന്ത്യയിൽ കാശ്മീരിൽ അഫ്ഗാനി ഫൈറ്റേഴ്സ് പലരും വരാറുണ്ട്, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നമുക്കും പ്രശ്നക്കാരാണ്. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത്, ഇവിടെ പറ്റിപ്പോയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഫ്ഗാനിസ്ഥാനെ എങ്ങനെയാണ് എന്നറിയില്ല ഇന്ത്യയുടെ വശത്തേക്കാക്കി. അത് നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികളുടെയും നമ്മുടെ നയതന്ത്രജ്ഞ വിദഗ്ധരുടെയൊക്കെ ഒരു മിടുക്കാണ്. കാര്യം അവർക്ക് നല്ല ആഹാരം കൊടുത്തു, അവരെ ഇൻഫ്രാസ്ട്രക്ചറിന് പൈസ കൊടുത്തു. പാകിസ്ഥാൻ അവരെ ആൾക്കാരെ തന്നെ ഒറ്റ കൊടുക്കുന്നു എന്നുള്ളത് ഇന്ത്യക്കും അറിയാം, അഫ്ഗാനികൾക്കും അറിയാം, താലിബാനും അറിയാം. പക്ഷെ ഇവിടെ പറ്റിയൊരു അബദ്ധം, തെഹ്രീക്കെ താലിബാൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ഈ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ ആർമിയായിട്ടൊക്കെ വളരെ അടുപ്പമുള്ള ഒരു ആൾക്കാരായിരുന്നു. അവര് പിന്നെ ഒരു കാലഘട്ടം വന്നപ്പോൾ അവരുടെ ഒരു നേതാവിനെ പാകിസ്ഥാൻ ആർമി എന്ന അമേരിക്കയ്ക്ക് കാണിച്ചു കൊടുത്തത് വളരെ മുമ്പാണ്, 2004-ലാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹമല്ല, അവന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോ ഇത്തരത്തിൽ പാകിസ്ഥാൻ എന്ന് കാണിച്ചു കൊടുത്ത അവസരം കൊല്ലിക്കേണ്ട ഒരു അവസ്ഥ വന്നതുകൂട്ട് ഈ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനുമായിട്ട് ചെറിയ തെറ്റലിന് ഉറച്ചെല്ലുമാണ്. അവർ ചെയ്യുന്നത് പാകിസ്ഥാനിനകത്ത് താലിബാൻ ഭരണം കൊണ്ടുവരണം എന്നുള്ള താല്പര്യത്തോടുള്ള ആൾക്കാരാണ്. അവർക്ക് വളരെയധികം സപ്പോർട്ടേഴ്സ് പാകിസ്ഥാനകത്തുണ്ട്. ഈ സൈബർ പഖ്തൂൺ എന്ന് പറയുന്ന ഇലാക്ക, ആ ഏരിയയിലൊക്കെ ഇവർക്ക് വളരെയധികം വേരോട്ടമുള്ള ഒരു സംഘടനയാണ് തെഹ്രീക്കെ താലിബാൻ. അവര് ഇത്തരത്തിൽ നിരന്തരമായി അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചത് പാകിസ്ഥാന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടെ ചേർത്ത് താലിബാൻ ഭരണത്തിന് അണ്ടറിലാക്കണം എന്നുള്ള തീരുമാനമുള്ള ആൾക്കാരാണ്. അവർക്ക് അതിന് താല്പര്യം ഗിൽജിത്തും ബാൽട്ടിസ്ഥാനും എന്ന് പറയുന്ന നമ്മുടെ POKയിലുള്ള സ്ഥലങ്ങളും എല്ലാം അവർക്ക് താല്പര്യമുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ അവര് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ തെഹ്രീക്കെ താലിബാനിനെ താലിബാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. അവരുടെ മകനാണല്ലോ തെഹ്രീക്കെ താലിബാന്റെ ചെറുമകനാണ്. അപ്പൊ അതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പൊ പാകിസ്ഥാന്റെ പ്രശ്നം. ഇപ്പൊ പറ്റിയത്, മുത്താഖ് ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ വന്ന ചർച്ചകൾ നടത്തി, പല കാര്യങ്ങളും തീരുമാനങ്ങൾ എടുത്തു.
ആ സമയത്ത് പാകിസ്ഥാനെ പറ്റി അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ മുത്താക്കി ഇന്ത്യയിൽ വന്നപ്പോൾ വിരട്ടിക്കളയാന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ എന്ത് ചെയ്തു, നമ്മുടെ കാബൂളിലേക്ക് ഒരു ഒരു പതിയെ കാബൂളിലേക്ക് ഒരു ഇത് അയച്ചു, എന്തയച്ചു, ഒരു രണ്ടു മൂന്ന് ബോംബ് ഇടാൻ പറഞ്ഞയച്ചു, പ്ലെയിനുകളെ പറഞ്ഞയച്ചു. ഇപ്പൊ അമേരിക്ക കൊടുത്ത പൈസയും പുതിയ പ്ലെയിനുകളൊക്കെ വന്നു തുടങ്ങുന്നു, കുറച്ച് ബോംബുകളൊക്കെ വന്നിട്ടുണ്ട്, എന്തും ചെയ്യാം എന്നുള്ള ധൈര്യത്തില് 2-3 ബോംബ് ഇട്ടു. അത് നൂർ വാലി മെഹസൂദ് എന്ന് പറയുന്ന ഈ തെഹ്രീകെ താലിബാന്റെ ലീഡർ, നൂർ വാലി മെഹസൂദ് എന്ന് പറയുന്ന തെഹ്രീകെ താലിബാന്റെ ലീഡറിനെ ലക്ഷ്യമിട്ടാണ് ബോംബിട്ടത്. അദ്ദേഹത്തിന്റെ അയാളുടെ മകൻ മരിച്ചു എന്ന് പറയുന്നു, അറിയില്ല. കൂടുതൽ വിവരങ്ങളൊന്നും അവരുടെ അടുത്തൊന്നും നമുക്കൊരു പത്രമാധ്യമങ്ങൾക്കൊന്നും ചെന്ന് കയറാൻ പറ്റുന്ന സ്ഥലങ്ങളല്ലോ, അവിടെയൊന്നും വിവരങ്ങൾ വരത്തില്ല. എന്താണ് കാര്യമെന്ന് അറിയില്ല. 2 ദിവസമായിട്ട് ഈ താലിബാൻകാർ വട്ട് പിടിച്ചതുപോലെ പാകിസ്ഥാന്റെ പല മൂലയ്ക്കും ഇവര് അടി പറയും. അടി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അടി. കാര്യം പാകിസ്ഥാനും ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനും തമ്മിൽ വളരെ വളരെ വലിയ ബോർഡറാണുള്ളത്. അതിൽ പലതും എങ്ങനെയും കടന്നു കയറാനും തിരിച്ചിറങ്ങി പോകാനും ഒക്കെ പറ്റുന്ന മലനിരകളാണ്. അപ്പോൾ ഇവർക്ക് യഥേഷ്ടം കയറി നടിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ 2 ദിവസമായിട്ട് അങ്ങോട്ടടി ഇന്നലെ രാത്രി ആ അടി വലിയ രൂക്ഷമായി. പാകിസ്ഥാനിൽ തന്നെ 28 പടയാളികൾ മരിച്ചു എന്ന് പറയുമ്പോൾ താലിബാൻ പറയുന്നത് 50-ലധികം പേരെ ഇപ്പോഴും കൊന്നുകൊണ്ടിരിക്കുകയാണ്, നിരന്തരമായി കൊന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. താലിബാൻ ഏകദേശം 20-ലധികം പട്ടാള പോസ്റ്റുകൾ പിടിച്ചെടുത്തു. അതേപോലെ പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട് അവരുടെ പോസ്റ്റുകൾ നമ്മൾ തകർത്തു. താലിബാന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് 4 കമ്പും 1 ടാർപ്പാലിനുമാണ്. പക്ഷെ പാകിസ്ഥാന്റെ പോസ്റ്റ് എന്ന് പറഞ്ഞ എല്ലാം റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഒക്കെ കൊണ്ടുണ്ടാക്കിയ വളരെ ശക്തമായ പോസ്റ്റുകളാണ്. താലിബാന് ചേനയൊക്കെ കുത്തി നിർത്തി അതിന്റെ മറവിലൊക്കെ അതിന്റെ തണലിലൊക്കെ ഇരിക്കുന്ന പോസ്റ്റുകളാണ് താലിബാൻ. പക്ഷെ അവര് ഈ അടിയുടെ കാര്യത്തില്, കരയുദ്ധത്തിന്റെ കാര്യത്തില് പാകിസ്ഥാൻ സൈന്യം എന്നാൽ ലോകത്ത് ഏതൊരു സേനയ്ക്കും ഒന്ന് പേടിക്കേണ്ടി വരുന്ന ഒരു കരയുദ്ധത്തിന്റെ മിടുക്കന്മാരാണ് അവർ. നിരന്തരമായി എത്രയോ തലമുറകളായി യുദ്ധത്തിലാണ് അവരെത്രയോ തലമുറകളായിട്ട് റഷ്യയുമായിട്ട് യുദ്ധമാണ്, അമേരിക്കയുമായിട്ട് യുദ്ധമാണ്, പാകിസ്ഥാനും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഈ നിരന്തരം. അതുകൊണ്ട് അവർക്ക് പ്രസവിച്ചു വരുന്ന തലമുറയ്ക്ക് മുഴുവൻ യുദ്ധം മാത്രമേ അറിയാവുള്ളൂ. അത് അവിടുത്തെ ചെറുപ്പക്കാരെല്ലാം യുദ്ധസന്നദ്ധരാണ് 24 മണിക്കൂറിൽ. പ്രത്യേക ആഴ്ച ശമ്പളം കൊടുത്തിട്ട് വരുന്ന പട്ടാളക്കാരൊന്നുമില്ല, ഇതെല്ലാം അവരുടെ നാട്ടുകാരാണ്, അവർ തോക്ക് കൊടുത്തിട്ട് ഇറങ്ങുന്നതാണ്. അപ്പൊ ഇപ്പൊ സംഭവിച്ചത് അടി, രൂക്ഷമായ അടിയാണ് നടന്നിരിക്കുന്നത്. ഇവിടെ പാകിസ്ഥാനെ പറ്റിയ അബദ്ധം, പാകിസ്ഥാൻ എല്ലാരെയും പിണക്കി എന്നുള്ളതാണ്. പാകിസ്ഥാൻ സൗദിയിൽ ചെന്ന് സന്ധി നടത്തിയെങ്കിലും സൗദി സഹായിക്കാൻ തയ്യാറല്ല. ഒരു ഇതിറക്കിയെന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയെന്നുള്ളൊരു സൗദി ഒന്നും ചെയ്തിട്ടില്ല. അമേരിക്കയെ സൂചിപ്പിക്കാൻ പോയത് കാരണം ചൈന പിണങ്ങി. അതിനൊരു പ്രധാന കാര്യമുണ്ട്. പാകിസ്ഥാനി കയ്യിലിരിപ്പ് കൊണ്ടാണ് അവരുടെ കയ്യിൽ, അവർക്ക് രാജ്യം ജനം എന്നുള്ള ഒരു ചിന്തയില്ല. അവിടെ ഭരണത്തിലിരിക്കുന്നവർക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ അവർക്കുള്ളൂ. അവർ വെളിരാജ്യങ്ങളിലെ ബാങ്കുകളിൽ പൈസ നിക്ഷേപിക്കുന്നു, അവിടെ നോട്ടിക്കുമ്പോൾ അവർ തിരിച്ചോടി അവിടെയൊക്കെ രക്ഷ നേടും. ഇപ്പൊ പാകിസ്ഥാന് സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഏറ്റവും വലിയൊരു കാര്യം, ഗോദർ പോർട്ട് എന്ന് പറഞ്ഞൊരു പോർട്ട് ചൈനയ്ക്ക് കൊടുത്തിരുന്നു. അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർട്ടായിരുന്നു അത്. അപ്പോഴാണ് അമേരിക്ക വന്ന് അമേരിക്കയുമായിട്ട് സന്ധിയായപ്പോൾ അമേരിക്കയ്ക്ക് ഈ റെയർ എർത്ത് എന്ന് പറഞ്ഞിട്ട് കുറെ മണ്ണും കല്ലുമൊക്കെ കൊണ്ട് കൊടുത്തല്ലോ നമ്മുടെ ആസിം മുനീറൊക്കെ കൂടെ. അപ്പോ അതിനകത്ത് അമേരിക്കയ്ക്ക് ഇതൊക്കെ പ്രോസസ് ചെയ്ത് കൊണ്ട് പോകണമെങ്കിൽ ഒരു പോർട്ട് വേണം. അപ്പൊ ഈ ഗദർ എന്ന് പറഞ്ഞ അതേ ഡിസ്ട്രിക്റ്റിൽ തന്നെ 100 കിലോമീറ്റർ, ആ പഴയ പോർട്ട് ചൈനയുടെ പോർട്ടിന്റെ 100 കിലോമീറ്റർ വ്യത്യാസത്തിൽ ഒരു പോർട്ട് ആർക്ക്, തസ്നി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പോർട്ട് അമേരിക്കയ്ക്ക് കൊടുക്കാമെന്ന് പാകിസ്ഥാൻ വാഗ്ദാനം ചെയ്തു. ഇതോടെ ചൈനയുടെ അങ്കാടി വെട്ടി. കാര്യം വേറൊന്നുമില്ല, ഏറ്റവും വലിയ ശത്രു തൊട്ടപ്പുറത്ത് വരുന്നു. വെറും 100 കിലോമീറ്ററിനകത്ത് ചൈനയ്ക്കും ഇരിക്കേണ്ടി വരുന്നു, യുഎസിനും ഇരിക്കേണ്ടി വരുന്നു. അപ്പൊ ചൈനയ്ക്ക് എന്തായാലും ഒരു വിരോധം തോന്നും. രണ്ടാമതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനകത്ത് വൻപിച്ച പ്രശ്നങ്ങളാണ്. നമ്മുടെ ഇമ്രാൻഖാന്റെ ആൾക്കാര് ഒരു മൂവ്മെന്റ് ആദ്യമേ ഇപ്പോഴും നേരത്തെ തുടങ്ങിയിട്ടുണ്ട്, അത് വീണ്ടും അടിച്ചമർത്തി ഇപ്പൊ വീണ്ടും അവർ വളരെ ശക്തമായിട്ട് ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവര് പാകിസ്ഥാനിലേക്ക് പല ജില്ലകളിലേക്കും കടന്നു കയറി തോന്നിയിരിക്കുകയാണ്. അത് നിയന്ത്രിക്കണം പാകിസ്ഥാൻ. രണ്ടാമത്തെ കാര്യം നമ്മുടെ ബലൂചിസ്ഥാനാണ്. ബലൂചിസ്ഥാൻ ഏകദേശം പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് പോയ കണക്കാണ്. പക്ഷെ അമേരിക്കൻ സൈന്യത്തിന്റെ സഹായം കൊണ്ടുവന്ന് അവിടെ എന്തെങ്കിലും ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ചൈനീസ് സൈന്യം വന്നിരുന്നു, അവരുടെ സൈന്യം നേരിട്ട് വന്നില്ലെങ്കിലും അവരുടെ ആൾക്കാരിഷ്ടമാരുണ്ട്. 100-ലധികം ചൈനക്കാരാണ് ബലൂചിസ്ഥാനിൽ ഈ ഗോദർ പോർട്ടിന്റെ വിഷയമായിട്ട് മരണപ്പെട്ടിട്ടുള്ളത്. ബോംബ് സ്ഫോടനത്തിലും നേരിട്ട് വെടിവെച്ച് വന്നതുമായിട്ട് 100-ലധികം ചൈനക്കാരോട് മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ കഴിഞ്ഞ ഒരു വർഷത്തിന് ഈ വർഷം തന്നെ 1000-ലധികം പാകിസ്ഥാനികൾ, പട്ടാളക്കാരും സിവിലിയൻസും ആയിട്ടുള്ള ആൾക്കാരുടെ ടെററിസ്റ്റ് അറ്റാക്കുകൾ മരിച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ബലൂചിസ്ഥാൻ ആർമിയും TTKയും ഒക്കെ ഈ പറയുന്ന തെഹ്രീകെ താലിബാനും ഒക്കെ കൂടെ കൊന്നതാണ്. പാകിസ്ഥാന് ഇതെല്ലാം നേരിടേണ്ടി വരുന്നു. ഇപ്പോഴാണ് താലിബാന്റെ നേരിട്ടുള്ള ആക്രമണം കൂടെ ആയപ്പോൾ പാകിസ്ഥാന് നിലനിൽപ്പില്ലാത്തൊരു അവസ്ഥയിലോട്ട് വന്നു. ഇതേ കൂട്ടത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗിൽജിത്ത് ബാൽട്ടിസ്ഥാനില് എന്ന് പറഞ്ഞാൽ നമ്മുടെ POKയുടെ ഭാഗമാണ്.
അവരവിടെ വിപ്ലവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ തനതായ ആൾക്കാർ അവരുടെ ഡെമോക്രസി മാറ്റാൻ വേണ്ടിയിട്ട് സുന്നി മുസ്ലിംസിനെ കൂടെ കുറെ താമസിപ്പിച്ചു. പക്ഷെ അത് നടന്നില്ല. നടന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് പറ്റിയെന്നുള്ള അവിടെ ഉള്ളവര് ഇതിനെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെയുള്ള ഒരു യുദ്ധസന്നാഹം തുടങ്ങിക്കഴിഞ്ഞു. അവരും അവർക്ക് വിമോചനം വേണമെന്ന് പറഞ്ഞൊരു വാദവുമായിട്ട് അവിടെയും ഒരു സേനയൊക്കെ തയ്യാറായി. നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പൊ കുറച്ചും കൂടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പൊ ആരും അവർക്ക് പൈസയൊക്കെ കൊടുത്ത് അജ്ഞാതന്മാരാണത്, പൈസ കൊടുക്കുന്നു, ആയുധം കൊടുക്കുന്നു, അങ്ങനെ അവർ കുറച്ച് ആക്റ്റീവായി. അപ്പൊ പാകിസ്ഥാനിനുള്ളിൽ വലിയ പ്രശ്നമാണ് ആ ഗിൽജിത് ബാൾട്ടിസ്ഥാനെ കണ്ടെയ്ൻ ചെയ്ത് നിർത്തുക. അതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അവരുടെ എന്ന സ്ഥലമായിട്ടുള്ള ഈ സൈബർ പസ്തൂൺ കായല് കൊണ്ട് ബോംബിട്ടത്. അപ്പൊ അവിടുത്തെ പ്രശ്നങ്ങൾ, അവിടെ ട്രൈബൽ ഏരിയ ആണ്, അവിടെ വൻപിച്ച പ്രശ്നങ്ങളാണ്. ഇത് പാകിസ്ഥാന് താങ്ങേണ്ടി വരും. ഇങ്ങനെയുള്ള പല പല വിഷയങ്ങളാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം സിന്ധും പഞ്ചാബും കൂടെ കൂടിച്ചേർന്നൊരു ഭാഗമാണ് യഥാർത്ഥ പാകിസ്ഥാൻ. ഇന്ത്യ മുറിച്ചു കൊടുത്ത ഭാഗം സിന്ധും പഞ്ചാബുമാണ്. ബലൂചിസ്ഥാൻ അവർ പിടിച്ചെടുത്തതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വാതന്ത്ര്യം കിട്ടി 1 വർഷത്തിന് ശേഷം അവർ ബലൂചിസ്ഥാൻ പിടിച്ചെടുത്തു. ആർമിയുടെ മൈറ്റ് കൊണ്ട് പിടിച്ചെടുത്തു, ആർമിയെ കൊണ്ട് പിടിച്ചെടുത്തു. പിന്നെ POK നമ്മളെ ചില മണ്ടന്മാരുടെ ഇത് കാരണം അവരുടെ കൈ ഒന്ന് ചെന്ന് പെട്ടുപോയതാണ്. അവിടെയാണ് ഗിൽജിറ്റും ബാൽട്ടിസ്ഥാനും എന്ന് പറഞ്ഞ 2 മേഖലകളുണ്ട്. അവരും ട്രൈബൽ ആൾക്കാരാണ്. പിന്നെ ഉള്ളതാണ് ഈ പറയുന്ന ഖൈബർ പഖ്തൂൺഖ്വ എന്ന് പറയുന്ന ആ ഒരു മേഖല. അത് കംപ്ലീറ്റ് മലനിരകളും ഒക്കെ ആയിട്ടുള്ള വളരെ ഡിഫറെന്റ് ടെറൈൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത്രയും സ്ഥലമാണ് പാകിസ്ഥാനിലുള്ളത്. പാകിസ്ഥാൻ ഇപ്പൊ പറ്റാൻ പോകുന്നത് ബലൂചിസ്ഥാൻ എന്തായാലും കുട്ടിച്ചോറാവും. അമേരിക്ക കൂടെ അവിടെ വന്ന് അവരുടെ റെയർ എർത്തും മിനറൽസും ഒക്കെ എടുക്കാൻ നോക്കും. ബലൂചിസ്ഥാൻ കുട്ടിച്ചോറാവും. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. അമേരിക്കയ്ക്ക് പണ്ടത്തെ വിയറ്റ്നാമും അഫ്ഗാനിസ്ഥാനും പോലെ എങ്ങനെയെങ്കിലും എട്ടെറിഞ്ഞിട്ട് ഓടിയാൽ മതി എന്നുള്ള ഒരവസ്ഥ വരും. ഇട്ടെറിഞ്ഞിട്ട് ഓടിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥ വരും അമേരിക്കയ്ക്ക്. അപ്പോ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഇനി അവിടെ ഒന്നും ചെയ്യാനില്ല. ചൈന ഏകദേശം പിൻവലിഞ്ഞ കൂട്ടത്തിലാണ്. പിൻവലിഞ്ഞതുപോലെ തന്നെയാണ് ചൈന ഇപ്പൊ നിൽക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പോ സിന്ധും പഞ്ചാബ് പ്രവിശ്യയും മാത്രമായി ഒതുങ്ങുന്ന ഒരു നിലയിലേക്ക് വരും. ഈ സിന്ധ് പഞ്ചാബ് പ്രവിശ്യ മാത്രമാണ് ഇനിയിപ്പോ നിലനിൽക്കാൻ പോകുന്നത്. ബാക്കിയുള്ളിടത്തെല്ലാം പ്രശ്നങ്ങളാവും. POK എനിക്ക് തോന്നുന്നത് ഭാരതം തിരിച്ചെടുക്കാനുള്ള സാധ്യതകൾ കുറവായിരിക്കാം. ഭാരതം അതിന്റെ കുറെ ഭാഗങ്ങൾ എന്ന് വെച്ചാൽ ജനവാസമില്ലാത്ത സ്ഥലങ്ങൾ ചിലപ്പം പിടിച്ചെടുത്തെന്നിരിക്കാം. അതിലൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവജ്ഞ പീഠം, സരസ്വതി മന്ദിരമൊക്കെ ഇരിക്കുന്ന ആ സ്ഥലമോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തോട്ടുള്ള ഈ ജനത്തിന് മിക്കവാറും പാകിസ്ഥാൻ മലീമസമാക്കിയ ഈ ജനത്തിന് മിക്കവാറും ഇന്ത്യ ഉൾക്കൊള്ളാൻ സാധ്യതയില്ല. ഇപ്പൊ കിട്ടുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 ദിവസമായി അവരിതൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി താലിബാൻ, അവർ പെട്ടെന്ന് തുടങ്ങിയൊന്നുമില്ല. കഴിഞ്ഞ 3 ദിവസമായി നിരന്തരമായി ഇവർക്ക് ഗിൽജിത്ത് ബാൽറ്റിസ്ഥാൻ വഴി അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ ഒരു ചെറിയ പാസേജ് പാകിസ്ഥാനിലേക്ക് കടന്നുവിടാൻ ചെറിയൊരു പാസേജ് അതുള്ളത് നമ്മുടെ ഗിൽജിത്ത് ബാൽട്ടിസ്ഥാൻ വഴിയുള്ള ഒരു പ്രദേശത്തിലാണ്. ആ പ്രദേശത്തില് ഇവര് കുറച്ച് ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് തന്നെ വളരെ വലിയുള്ള മൂവ്മെന്റ്സ്, ആർമി എന്ന് വെച്ചാൽ അവിടെയുള്ള ചെറുപ്പക്കാരെല്ലാം തോക്കെടുക്കണം, എല്ലാം ആർമിയിലാണ്. അവിടെയുള്ള ആണുങ്ങൾ മുഴുവൻ ആർമി. അങ്ങനെ ഇവര് ഒരു ചെറിയൊരു സംഗതി നടത്തി തുടങ്ങിയിട്ടുണ്ട്. 3 ദിവസം നിരന്തരമായി. ഈ കോണാർ എന്ന് പറഞ്ഞൊരു പ്രോവിൻസ് ഉണ്ട്. ഈ കോണാർ പ്രോവിൻസിന്റെ ഇടയിലൂടെ ഒരു മലയിടുക്കിലൂടെ അവർക്ക് പാകിസ്ഥാനിൽ പ്രവേശിക്കാം. ഈ പ്രവേശിക്കുന്ന ഭാഗത്തിൽ POKയുടെ ഒരു ഭാഗത്തിലൂടെയാണ് പ്രവേശനം നടക്കുന്നത്. അത് മുഴുവൻ ഏകദേശം ഖൈബർ പഖ്തൂൺഖ്വയുടെ ഒരു ഭാഗമാണ്. അപ്പോ അത് മുഴുവൻ എന്ന് പറയുന്നത് താലിബാൻ യുദ്ധം ചെയ്ത് പരിചയമുള്ള മലനിരകളുടെ രീതിയാണ്. ആ ടെറൈനും അഫ്ഗാനിസ്ഥാനിലെ ടെറൈൻ ഏകദേശം ഒരുപോലെയാണ്. അവർക്ക് അവിടെ നിന്നുകൊണ്ട് പാകിസ്ഥാന്റെ പല ഭാഗങ്ങളിലേക്കും ആക്രമണം അടിച്ചുവിടാന്നുള്ളതുകൊണ്ട് അവര് അതുവഴി നിരന്തരം വണ്ടികളുടെ പ്രളയമാണ്, കടന്നുകയറ്റം നുഴഞ്ഞുകയറ്റമാണ് നടക്കുന്നത്. നിയന്ത്രിക്കാൻ പാകിസ്ഥാൻ ആർമിക്ക് പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിലാണ്. പക്ഷെ പാകിസ്ഥാൻ ആർമി തിരിച്ചടിക്കുന്നുണ്ട്. അവരവരുടെ തെർമൽ ഗൈഡഡ് ഡ്രോണുകൾ കൊണ്ടും അമേരിക്ക തുർക്കിയെ കൊടുത്തിട്ടുള്ള സാധനങ്ങളെ കൊണ്ട് അവരിവരെ ടാർഗറ്റ് ചെയ്ത് അടിക്കുന്നുണ്ട്. പക്ഷെ ഇവർ വരുന്നത് കൂട്ടമായിട്ടാണ് ആളുകൾ വരുന്നത്. എത്രയാണെന്ന് വന്ന് കൊല്ലും. പക്ഷെ പാകിസ്ഥാനിന് അവരകത്ത് കയറി മിക്കവാറുമുള്ള പാക് ആർമിയുടെ പോസ്റ്റുകളെല്ലാം തകർത്തു കഴിഞ്ഞു. ആ ഏരിയയിലുള്ളത് അവരവിടെ പിടിച്ചടക്കി കഴിഞ്ഞു. ഇനി അവരെ അവിടെ നിന്ന് ഇറക്കി വിടാനും പ്രയാസമായി പാകിസ്ഥാന് മാറും. ഇതില് സിന്ധ് പഞ്ചാബ് പ്രവിശ്യകൾ ഒരു 2-3 വർഷത്തിനകത്ത് തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന മാപ്പ് വീണ്ടും തിരുത്തി വരയ്ക്കേണ്ട ഒരവസ്ഥ വരും. സിന്ധ് പഞ്ചാബ് പ്രവിശ്യകൾ മാത്രം. അതിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2ാം ഘട്ടം തീർന്നിട്ടില്ല. അതിനെ ഒന്നും കൂടെ ഇവോക്ക് ചെയ്യുകയാണെങ്കിൽ, ഒന്നും കൂടെ ഒന്ന് ഉണർത്തി വിടുകയാണെങ്കിൽ പിന്നെ ഈ സിന്ധും പഞ്ചാബും പോലും കാണാത്ത അവസ്ഥ വരും എന്നുള്ളതാണ് ഇപ്പൊ തോന്നുന്നത്. പാകിസ്ഥാൻ എന്തായാലും കട്ടപ്പുക. നന്ദി.